ശ്രീ ശുഭാനന്ദ ദേവാ നമസ്തുതേ. ശ്രീ ശുഭാനന്ദ ദേവാ നമസ്തുതേ. പാദപത്മം നമിച്ചിടുന്നു സദാ. പരമാത്മാവേ പരമാത്മാവേ ശ്രീ ശുഭാനന്ദ ദേവാ നമസ്തുതേ. ശ്രീ ശുഭാനന്ദ ദേവാ നമസ്തുതേ. പാദപത്മം നമിച്ചിടുന്നു സദാ. സുഖം തന്ന ഗുരുവരനെ ഒരിക്കലും മറക്കുവാൻ കഴിവില്ലല്ലോ. അനുഭവ സുഖം തന്ന ഗുരുവരനെ ഒരിക്കലും മറക്കുവാൻ കഴിവില്ലല്ലോ. മഹത്വമേറുന്ന തത്വം മനതാരിങ്കൽ ഉദിപ്പിച്ചൊരിക്കലും മറക്കയില്ല. മഹത്വമേറുന്ന തത്വം മനതാരിങ്കൽ ഉദിപ്പിച്ചൊരിക്കലും മറക്കയില്ല. മനസ്സിന്റെ അതിസുഖം അനുഭവിപ്പാൻ അവസരം തന്നവനെ മറക്കയില്ല. ഉന്നതനും ഉടമസ്ഥനും
പരലോകനാഥനുമായ പരമഗുരുവിൻ്റെ മഹാകാരുണ്യത്താൽ നടത്തപ്പെട്ട ഓരോ കർമ്മങ്ങളെയും നമ്മൾ ചിന്തിച്ചാൽ വർണ്ണനാതീതമായ അനുഭവങ്ങളാണ് ഓരോ ഹൃദയങ്ങളും ഈശ്വരൻ ദാനം ചെയ്യുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ഈ സമയം പുണ്യപൂരാടത്തിൻ്റെ ആനന്ദ നിർവൃതിയിൽ നിലകൊള്ളുന്ന സമയമായിരുന്നു. ഉന്നതമായി ആനന്ദമായി ആ ദിനം അനുഭവമായി എന്ന് സമ്മതിക്കുന്നവരൊന്ന് കൈയുയർത്തില്ല. മറക്കയിൽ ഒരിക്കലും മറക്കയില്ല, മരിക്കുന്ന നാൾ വരെയും മറക്കയില്ല, ഒരിക്കലും മറക്കയില്ല, മരിക്കുന്ന നാൾ വരെയും മറക്കയില്ല. സർവശക്തനാകുന്ന ദൈവം, സർവത്തിൻ്റെ ഉടമസ്ഥനായ ദൈവമാണ് ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത്. ദൈവമാണ് എന്നും ഇന്നും ഇത് നടത്തുന്നത്. ഇത് ഈ അറിവിൽ കൂടി ജീവിക്കുന്ന ആർക്കും അനുഭവമായ കാര്യമാണ്. ഇത് പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമല്ല, അനുഭവിക്കുന്ന കാര്യമാണ്. പച്ചപ്പരമാർത്ഥം എന്നൊക്കെ നാടൻ ഭാഷയിൽ പറയും. കൃത്യമായും ഈ അറിവിൽ കൂടി ജീവിക്കുന്ന ഓരോരുത്തർക്കും ഇത് അനുഭവമാണ്. അങ്ങനെ ദൈവത്താൽ സ്ഥാപിച്ച് ദൈവം നടത്തുന്ന ഈ ദേവാലയത്തെ അഥവാ ആദർശത്തെ ലോകരംഗത്ത് നടത്തുവാൻ ദൈവം തന്നെ വാഴുവാൻ തീരുമാനിച്ചതാണ് മനുഷ്യജന്മങ്ങളുടെ മഹാഭാഗ്യം. അങ്ങനെ തൻ്റെ വാഴ്ച 12 വർഷക്കാലം നടത്തിയ പുണ്യദേഹത്തിൻ്റെ ജന്മനക്ഷത്രമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ആഘോഷിച്ചത്. ഉന്നതമായ ആഘോഷം തന്നെയായിരുന്നു. കാരണം വിട്ടുപിരിയാൻ കഴിയാത്ത വിധം ആത്മാക്കൾ ആ ആനന്ദത്തിൽ അങ്ങനെ മതിമറന്നിരുന്നു. ഞാൻ സമ്മേളന വേദിയിൽ നിന്ന് സംസാരിച്ചപ്പോൾ അവിടെ സൂചിപ്പിച്ചു, ഞാൻ 1.5 മണിക്കൂർ നേരം ഞാൻ സംസാരിച്ചിട്ടും യാതൊരു അനക്കവുമില്ലാതെ വീണ്ടും വീണ്ടും കേൾക്കുവാനുള്ള ആർത്തിയോടെ ഇരുന്ന എൻ്റെ സന്താനങ്ങളുടെ ഹൃദയ നിലവാരത്തെപ്പറ്റി ഞാനവിടെ സംസാരിച്ചു. കാരണം ലോകം മറന്നുപോയി, ദേഹം മറന്നുപോയി, ആ ആനന്ദത്തിലങ്ങനെ മതിമറന്നിരുന്നു പോയി. അത് ദൈവം തന്ന വരദാനമാണ്, മഹാശക്തിയുടെ കാരുണ്യമാണ്. ആ കാരുണ്യം നുകർന്ന് അനുഭവിച്ചവർ അതിന് നന്ദിപ്പെടുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായ ഒരു കടമയാണ്, ഒരു കർത്തവ്യമാണ്. ഈ ആഴ്ച, ഇന്നേ ദിവസം നമുക്ക് ആ കർത്തവ്യം, കുറച്ച് പേര്, ഒരുപാട് പേർക്ക് പറ്റില്ല, എല്ലാവർക്കും പറയാനുണ്ടാവും അനേകം കാര്യങ്ങൾ. എന്നാലും കുറച്ചു പേരെ കൊണ്ട് ആ വിധത്തിൽ ഒരു സാക്ഷീകരണം നടത്തി ഇന്നത്തെ ആരാധന സമർപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് നമ്മുടെ ശാസ്താംകോട്ടയിൽ വാർഷികത്തിനായ ആദർശക്കൊടി ഉയർത്തി നാളെ വയനാട് ശാഖാശ്രമത്തിൽ കനകാഭരണങ്ങൾ ചാർത്തിയ പുതിയ ഛായാചിത്രം പുനഃപ്രതിഷ്ഠ ചെയ്തുകൊണ്ട് അവിടെയും വാർഷികം ആഘോഷിക്കുകയാണ്. അങ്ങനെ തുടർന്ന് 10 വാർഷികങ്ങളാണ് ഈ മാസം നടക്കാനുള്ളത്. നമ്മുടെ പൂരത്തിന് മുൻപായി 10 വാർഷികം. 10 പേരെ ഒന്നിച്ചെടുക്കാനില്ലാത്ത അവസ്ഥയിൽ നിന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇപ്രകാരം ആദർശത്തെ വളർത്തുവാനും സ്ഥാപനങ്ങൾ ഉയർത്തുവാനും സന്താനങ്ങളിലേക്ക് ആനന്ദം പകരുവാനും ആർക്ക് മാത്രമേ കഴിയുള്ളൂ? ആർക്കേ കഴിയുള്ളൂ? ദൈവത്താലല്ലാതെ ഈ വിധം രക്ഷിപ്പാൻ ലോകത്തിലാരാലും സാധ്യമല്ല. ദൈവത്താലല്ലാതെ ദൈവത്താലല്ലാതെ ഈ വിധം രക്ഷിപ്പാൻ ലോകത്തിലാരാലും സാധ്യമല്ല. ദൈവമേ എന്നോട് രക്ഷകനെ എന്നും ഭൂതലത്തിൽ അങ്ങു വാഴണമേ. എന്നും ഭൂതലത്തിൽ
വർണ്ണിച്ചും വാഴ്ത്തി സ്തുതിച്ചും നന്ദിപ്പെട്ടും കൊണ്ട് ഇന്നത്തെ ആരാധന നമുക്ക് നടക്കാം. ജന്മാന്തരജ്ഞാനം എന്നിൽ ഭവിപ്പിച്ച ജന്മിയാവെന്നോട് സദ്ഗുരുദാൻ. ഒരു വ്യാഴവട്ടം ഈ ലോകത്തെ രക്ഷിച്ച പൂരാടം നക്ഷത്രം ഓർത്തിടുന്നേ. ഒരു ഒരു വ്യാഴവട്ടം ഈ ലോകത്തെ രക്ഷിച്ച പൂരാടം നക്ഷത്രം ഓർത്തിടുന്നേ. ഉന്നതമായി അത്യുന്നതമായി, ഉന്നതമായി അത്യുന്നതമായി, ആനന്ദമായി പരമാനന്ദമായി, ആനന്ദമായി പരമാനന്ദമായി, അതിശയമായി അവർണ്ണനീയമായി അതിശയമായി അവർണ്ണനീയമായി നടത്തപ്പെട്ട പുണ്യപുരാണത്തിന്റെ വർണ്ണനകളാണ് വിവിധ ആത്മാക്കൾ കൂടി നിങ്ങൾ ശ്രവിച്ചത്. വർണ്ണനകളാണ് വിവിധ ആത്മാക്കളിൽ കൂടി നമ്മൾ ശ്രവിച്ചത്. എണ്ണിയാൽ ഒടുങ്ങാത്ത വർണ്ണനകൾ ഉള്ള ഭഗവാന്റെ കർമ്മങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത വർണ്ണനകളുള്ള ഭഗവാന്റെ തിരുകർമ്മങ്ങൾ വർണ്ണിക്കുവാൻ കഴിവുള്ളവരാരും പ്രപഞ്ചത്തിലില്ല. വർണ്ണിക്കുവാൻ കഴിവുള്ളവരാരും പ്രപഞ്ചത്തിലില്ല. എന്നാലും അവരവരാൽ കഴിയും വിധം അത് വർണ്ണിക്കേണ്ടത് അവരവരുടെ കടമയാണ്. എന്നാൽ അവരവരാൽ കഴിയും വിധം അത് വർണ്ണിക്കേണ്ടത് അവരവരുടെ കടമയാണ്. അപ്പോ ഇത്രയും സന്താനങ്ങൾ ഈ വിധത്തിൽ വർണ്ണിച്ചു, ഇത്രയും ഭഗവത് സന്താനങ്ങൾ ഈ വിധത്തിൽ വർണ്ണിച്ചു. പക്ഷെ അത് ഓരോരുത്തർക്കും അവരവരുടേതായ കുറവുകളും പോരായ്മകളും അറിവുകളും ഗുണങ്ങളും ഒക്കെ ഉണ്ടാവും. ഓരോരുത്തർക്കും അവരവരുടേതായ കുറവുകളും പോരായ്മകളും അറിവുകളും ഗുണങ്ങളും ഒക്കെ ഉണ്ടാവും. അതിൽ നിന്നുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതിൽ നിന്നുകൊണ്ടാണ് ഇതെല്ലാം അപ്പൊ ചെയ്യുന്നത്. അതിന് പരിപൂർണതയിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമായ കാര്യമാണ്. അത് പരിപൂർണതയിൽ എത്തിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ്. എങ്കിലും അവരവർക്കാവും വിധം അതെല്ലാം വർണ്ണിച്ചു. എങ്കിലും അവരവർക്ക് ആവും വിധം അതെല്ലാം വർണ്ണിച്ചു. ഇനിയും അതിനുള്ള കഴിവുള്ളവരും പ്രാപ്തിയുള്ളവരും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതിനുള്ള കഴിവുള്ളവരും പ്രാപ്തിയുള്ളവരും ഒക്കെ വലിയ പ്രാസംഗികന്മാരെ വിളിച്ചാൽ, വലിയ പ്രാസംഗികന്മാരെ വിളിച്ചാൽ കൂടുതൽ സമയം എടുക്കുകയും അങ്ങനെ വിശാലമായി പോവുകയും ചെയ്യും. കൂടുതൽ സമയമെടുക്കുകയും വിശാലമായി പോവുകയും. അത് ആവശ്യമുള്ളതാണ്, വേണ്ട സ്ഥലത്ത് അത് വേണം. ആവശ്യമുള്ളതാണ്, അത് വേണ്ട സ്ഥലത്ത് അത് വേണം. എന്നാൽ ഇങ്ങനെ കുറെ ആളുകളെ ഒത്തുചേർത്തത് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോ, പക്ഷെ ഇങ്ങനെ കുറെ ആളുകളെ ഒത്തുചേർത്തത് ചെയ്യാമെന്ന് അത് വലിയ പ്രസംഗം പരിചയമില്ലാത്തവരാണെങ്കിൽ ഒന്നോ രണ്ടോ വാക്ക് പറഞ്ഞങ്ങ് നിർത്തും. വലിയ പരിചയമില്ലാത്തവരാണെങ്കിൽ ഒന്നോ രണ്ടോ വാക്ക്. അപ്പൊ ആ വിധത്തിലാണ് ഇന്ന് നമ്മൾ ഈ ആളുകളെയൊക്കെ വിളിച്ചത്. ആ വിധത്തിലാണ് ഭഗവാൻ എന്ന ആളുകളെ കത്തിച്ചു. ഏതായാലും ഉന്നതനാകുന്ന ഗുരുവിന്റെ കർമ്മങ്ങൾ, ഉന്നതനാകുന്ന ഗുരുവിന്റെ കർമ്മങ്ങൾ, ഗുരു തന്നെ പ്രത്യക്ഷമായി നിന്ന് തന്റെ ദൂതന്മാരെയും ദേവീദേവന്മാരെയും സർവപ്രകൃതികളെയും തുണയാക്കി നിർത്തിക്കൊണ്ട് ആത്മാക്കളിൽ കൂടി താൻ നടത്തുന്നു, ആനന്ദിക്കുന്നു. അങ്ങനെ ആത്മാക്കൾക്ക് ഇതുപോലെ ആനന്ദം നൽകിടുവാൻ ആത്മാക്കൾ ആരുണ്ടായിട്ടില്ല ഈ ലോകത്തിൽ, ആരുമുണ്ടായിട്ടില്ല. അവതാരമായി വന്ന് അറിയിക്കുന്ന അറിവുകളെ സ്വീകരിച്ച് ജീവിക്കുന്നവർക്കൊക്കെയും ഈ ആനന്ദം ലഭ്യമായിക്കൊണ്ടേയിരിക്കുകയാണ്. അവരവര് നിശ്ചയിക്കുന്ന സമയത്ത് ആനന്ദം വേണമെന്ന് നിർബന്ധം പിടിച്ചാൽ നടക്കുകയില്ല. അണുവിട തെറ്റാതെ നിയമം പാലിച്ചുകൊണ്ട് ജീവിതം ചെയ്താൽ സത്യമേ സത്യം നിങ്ങളെ ആനന്ദത്തിൽ കൊണ്ടുവന്ന് എത്തിക്കും. അതിനാണ് ഞാൻ ലോകത്തിൽ വന്ന് വാഴുന്നത്. ആനന്ദത്തിൽ നിന്നാണ് ലോകം ഉണ്ടായത്. ആനന്ദത്തിൽ തന്നെ ചെന്ന് ചേരും. അത് എത്രയും വേഗം ചെന്ന് ചേരണമെന്നുണ്ടെങ്കിൽ ആ ആനന്ദ
കർമ്മങ്ങളിൽ നിന്ന് മാറ്റം കൂടാത്ത സത്യജീവിതം ചെയ്യണം. അങ്ങനെ സത്യജീവിതം ചെയ്ത് സത്യസ്വരൂപനാകുന്ന ഗുരുവിന്റെ രൂപത്തെ അകതാരിൽ കണ്ട് ആ ഗുരുരൂപത്തെ മറ്റുള്ളവരിലേക്ക് പ്രകാശിപ്പിക്കുവാൻ തക്കവിധത്തിൽ പ്രാപ്തമായി മഹാബലവാനായി അത്യുന്നതനായി പരമോന്നതനായി വാണിരുന്ന വാഴ്ചയാണ് ഗുരുപ്രസാദ് ഗുരുദേവനിൽ കൂടി നിങ്ങൾ കണ്ടത്. ആ ഒരു മഹാതാപസനെ പോലെയാണ് ആ ജീവിതം നയിച്ചത്. ആർക്കും മാതൃകയാക്കാവുന്ന ജീവിതമാണ്. പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റീൻ മഹാത്മാഗാന്ധിയെ പറ്റി പറഞ്ഞതുപോലെ ആ രക്തവും മാംസവുമുള്ള ഒരു മനുഷ്യൻ ഇപ്രകാരം ലോകത്തിൽ ജീവിച്ചിരുന്നു എന്ന് വരും തലമുറകൾ വിശ്വസിക്കുകയില്ല എന്ന് ഐൻസ്റ്റീൻ മഹാത്മാഗാന്ധിയെ പറ്റി പറഞ്ഞതുപോലെ ആ ഈ തപോജീവിതത്തെ പറ്റി എത്ര വർണ്ണിച്ചാലും ഇത് അതിശയോക്തി പറയുകയാണെന്നേ സാധാരണക്കാർക്ക് തോന്നുകയുള്ളൂ. പക്ഷെ അല്ല, നിരന്തരമായ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയും നിരന്തരമായ ഒരുക്കങ്ങളിലൂടെയും രൂപപ്പെടുത്തിയെടുത്ത മാണിക്യമുത്താണ് ഗുരുപ്രസാദ് ഗുരുദേവൻ. ആ മാണിക്യമുത്തേ മാണിക്കുഴലേ അങ്ങേ സത്യമാണ്. നമ്മുടെ രാധാകൃഷ്ണ ഭക്തനോട് സാക്ഷി പറഞ്ഞപ്പോ ആ ബ്രഹ്മജ്ഞാനത്തിന്റെ ഒരു അക്ഷരം ഒരേ ഒരു അക്ഷരം അതിനെയാണൊന്ന് വർണ്ണിച്ചത്. അപ്പൊ അദ്ദേഹത്തിന് വിട്ടുപിരിയാൻ പറ്റാത്തോണ്ട് ഒരു അവസ്ഥ ഉണ്ടായി എന്നിപ്പോ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയല്ലോ. അതിന്റെ പ്രത്യേകത അത് തന്നെയാണ്. ബ്രഹ്മജ്ഞാന സ്വരൂപനാകുന്ന ഗുരുവിന്റെ വർണ്ണനകളെ ആത്മാവിലായി സ്വീകരിക്കാൻ ഒരു അവസരം ഉണ്ടായാൽ ആർക്കും പിന്നെ വിട്ടുപിരിയാൻ കഴിയില്ല. അങ്ങനെ എങ്ങനെ അങ്ങേ മറന്നിടും ഞാൻ, എങ്ങനെ അങ്ങേ പിരിഞ്ഞിടും ഞാൻ, എങ്ങനെ അങ്ങേ മറന്നിടും ഭാഗ്യമായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോ ബാഹ്യമായ എന്തെങ്കിലും ആവശ്യങ്ങൾ നിവൃത്തിയാകുമ്പോ പലർക്കും അത് ആ സന്തോഷം കൊണ്ട് വിട്ടുപിരിയാൻ പറ്റാത്ത ഒരു അവസ്ഥ തോന്നിക്കും. എന്നാൽ അതേ ബാഹ്യാവസ്ഥയിൽ എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചാൽ ഈ വിട്ടുപിരിയാൻ വയ്യ എന്ന് പറഞ്ഞ അവസ്ഥ പെട്ടെന്ന് അങ്ങ് മാറിപ്പോകും. എല്ലാം മറന്ന് അന്യമായി ഇന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ദുഷി പറയുകയും വിമർശിച്ച് പലരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ ഈ ബ്രഹ്മജ്ഞാന പുസ്തകത്തിൽ നിന്ന് ഒരു അക്ഷരമെങ്കിലും ഒരു ആത്മാവിലേക്ക് പതിഞ്ഞു കഴിഞ്ഞാൽ അത് വിട്ടുപിരിയാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. എന്തുകൊണ്ട്? ഉടമസ്ഥന്റെ ശബ്ദമാണ് ആത്മാവിൽ ഭവിക്കുന്നത്. ആത്മാവിന്റെ നിർമ്മിതിക്ക് ഉപയോഗിച്ച ബ്രഹ്മജ്ഞാനം, ലോകസൃഷ്ടിക്ക് കാരണമായ ബ്രഹ്മജ്ഞാനം, സർവകർമ്മ വ്യവസ്ഥകൾക്കും അടിസ്ഥാനമായി നിൽക്കുന്ന ബ്രഹ്മജ്ഞാനം, ആ ബ്രഹ്മജ്ഞാനം തന്നെ ആത്മാവിലേക്ക് ഭവിച്ചാൽ മതിവരുമോ മതിവരുമോ അകതാരിൽ ഇതു കാണുമ്പോൾ, മതിവരുമോ മതിവരുമോ അകതാരിൽ ഇതു കാണുമ്പോൾ
നമുക്ക് ജന്മം തന്നിരിക്കുന്നു എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. ബ്രഹ്മജ്ഞാനം ഗ്രഹിച്ച് ബ്രഹ്മരൂപമായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ജന്മം തന്നിരിക്കുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നമുക്കത് ചിന്തിക്കാൻ നേരമില്ല. നമുക്കത് ചിന്തിക്കുവാൻ മാനവലോകം അത് ചിന്തിക്കുന്നില്ല. എന്താണ് പിന്നെ ചിന്തിക്കുന്നത്? എങ്ങനെ വയറു നിറയ്ക്കാം, എങ്ങനെ പ്രശസ്തി ഉണ്ടാക്കാം, എങ്ങനെ പേരും പെരുമയും എങ്ങനെ വർദ്ധിപ്പിക്കാം, എങ്ങനെ മറ്റുള്ളവരുടെ പിടിച്ചു പറിച്ചെടുക്കാം, എങ്ങനെ യുദ്ധത്തിൽ ജയിക്കാം, എങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിക്കാം, ഇങ്ങനെ ചിന്തിച്ച് 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 പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആത്മാവെന്ന നിത്യവസ്തു അകതാരിൽ ഉണ്ടെന്നുള്ള സത്യം പോലും അറിയുന്നില്ല മാനവലോകം. ആത്മാവെന്ന വസ്തു ഉള്ളത് കൊണ്ടാണ് ശരീരത്തിന് ഇത്ര ശ്രേയസ്സും ഓജസ്സും ഒക്കെ ഉണ്ടാകുന്നതെന്നുള്ള സത്യം ആരും അറിയുന്നില്ല. ഈ ശക്തിയും ഈ ബുദ്ധിയും ഈ ശ്രേയസ്സും ഈ വിധത്തിലുള്ള ആരോഗ്യവും എല്ലാം ആത്മാവെന്ന വസ്തു ഇതിൽ ഉള്ളടക്കമായി നിൽക്കുന്നത് കൊണ്ടാണ് എന്ന് ചിന്തിക്കുന്നവർ വളരെ കുറവാണ്. ആ ചിന്തയിലേക്ക് എത്തിക്കുവാനാണ് ഈ ചിന്താധാര ഉയർത്തിക്കൊണ്ട് ആത്മനാഥൻ ലോകത്തിൽ വാഴുന്നത്. നന്മയെ ബന്ധിച്ച് ചിന്ത വേണം, അപ്പോൾ അന്ധത മാറുന്നു മാനസത്തിൽ എന്ന് ഉപദേശിച്ചുകൊണ്ട് വാഴുന്നത്. അന്ധത എന്തുകൊണ്ടുണ്ടായതാണ്? ആത്മാവിനെ അറിയാത്തത് കൊണ്ടുണ്ടായതാണ്. അവനവനെ അറിയുന്നറിവല്ലോ അവനവനെ അറിയുവാനുള്ള അറിവാകുന്ന ആത്മബോധത്തെ അകതാരിൽ തരുവാനായി ആത്മബോധോദയ സംഘം സ്ഥാപിച്ചുകൊണ്ട് ആത്മനാഥൻ ലോകത്തിൽ വാഴുകയാണ്. ലോകത്തിൽ വാഴുകയാണ്. മാറ്റമില്ലാത്തവൻ മരണമില്ലാത്തവൻ പരമഗുരു വരൻ വാണിടുന്നു. വിവിധ ദേഹങ്ങളുടെ ജന്മനക്ഷത്രങ്ങൾ ആഘോഷിക്കുന്നു, സമാധിനങ്ങൾ ആചരിക്കുന്നു. ഇതെല്ലാം നമ്മൾ നടത്തുമ്പോൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഈ ഗുരു രൂപത്തിലേക്ക് ഉയർത്തപ്പെട്ടത് എങ്ങനെയാണ്? അവരവർക്ക് ഗുരു ആയിത്തീരാനോ അല്ലെങ്കിൽ സിംഹാസനത്തിൽ കയറി ഇരിക്കാനോ അല്ല. അങ്ങനെ ആരും ആഗ്രഹിക്കരുത്, മഹാബദ്ധമായി പോകും. അറിവുള്ളവരങ്ങനെ ചിന്തിക്കുകയില്ല. ആ ചിന്ത ഒരു അംശം പോലും അവരിൽ എത്തുകയുമില്ല. കാരണം അറിവിന്റെ ലക്ഷണം വിനയവും ഭക്തിയും തന്നെയാണ്. അപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടത് എന്താണ്? സാധാരണക്കാരായി ജന്മമെടുത്ത ഇവരൊക്കെ എങ്ങനെയാണ് ആരാധ്യപുരുഷന്മാരായത്? ഇപ്പോ ഇവിടെ സാക്ഷി പറഞ്ഞ പ്രഭുകുമാർ ഈ ശരീരത്തിന്റെ പിതാവായ പുരുഷൻ സാറിന്റെ രണ്ടാമത്തെ മകനാണ്. ഈ നിന്ന് സംസാരിക്കുന്നതും ദേഹവശാൽ അദ്ദേഹത്തിന്റെ മകനാണ്. തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കണം. അപ്പൊ ഈ നിന്ന് സംസാരിക്കുന്ന ആരാണ്? അപ്പോൾ സംസാരിച്ചത് ആരാണ്? അത് പുരുഷൻ സാറിന്റെ മകനാണ്. ഇത് ഏകപിതാവാകുന്ന പരമാത്മാവിന്റെ വാഴ്ചയാണ്. മാറ്റമില്ലാത്തവൻ മരണമില്ലാത്തവൻ പരമഗുരു വരൻ വാണിടുന്നു.
വാഴുന്ന സമയത്ത് ഒന്നാമത്തെ തിരുശരീരത്തിൽ മഹാശക്തി വാഴുന്ന കണ്ടെടുത്തതാണ് ഈ ശരീരത്തെ. കണ്ടെടുത്തതാണ് ഈ തിരുശരീരം. എനിക്ക് വേണം ഇവിടെ നിന്നോട്ടെ എന്ന് കൽപ്പിച്ചു. എനിക്ക് വേണം ഇവിടെ നിന്നോട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ നിർത്തി വളർത്തി ആ ദർശനം, ആ ശബ്ദങ്ങൾ, ആ സ്പർശനങ്ങൾ, ആ അനുഗ്രഹങ്ങൾ, ആ ശക്തിവൈഭവങ്ങൾ എല്ലാം അങ്ങനെ പകർന്ന് 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 ആ സാധാരണത്വം എന്നുള്ള അവസ്ഥയിൽ നിന്ന് അങ്ങനെ വളർത്തി വളർത്തി ആ വിവിധ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തി ഉന്നതമായ കർമ്മങ്ങളിലൊക്കെ ബന്ധിപ്പിച്ച് ആ ഉന്നത ഫലങ്ങളെല്ലാം ഈ ആത്മാവിലേക്ക് സ്വരൂപിച്ച് അങ്ങനെ എത്രയോ കാലം ദൈവം ത്യാഗം സഹിച്ച ഫലമായിട്ടാണ് ഒരു ശരീരം ഒരുങ്ങി നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥനായി വരുന്നത്. അപ്പോൾ ചിന്തിച്ചാൽ ത്യാഗകർമ്മ ഫലമല്ലാതെ ഒന്നും ഈ പ്രപഞ്ചത്തിൽ കാണുവാനില്ല. അങ്ങനെ മഹാത്യാഗിയാകുന്ന ദൈവത്തിന്റെ മഹാകാരുണ്യത്താൽ ഉരുത്തിരിഞ്ഞു വന്നതാണ് ഓരോ ദിവ്യദേഹങ്ങളും. സ്വർഗത്തിലല്ലാതെ സ്വർഗനാഥൻ വാഴുകയില്ലെന്നു ത്യാഗകർമ്മമാണ്. അങ്ങനെ ഒരുക്കി എടുത്തതാണ് ഓരോ ശരീരങ്ങളെയും. അങ്ങനെ ഒരുക്കിയെടുത്ത് ഉന്നതമായ വാഴ്ച നടത്തിയ ആ മൂന്നാം ശരീര വാഴ്ചയുടെ 118ാമത് പൂരാട ജന്മനക്ഷത്രമാണ് നമ്മൾ ആഘോഷിച്ചത്. എങ്ങനെയാണ് നമ്മൾ നന്ദി പറയേണ്ടതെന്ന് സത്യത്തിൽ വാക്കുകളില്ല. കാരണം നമ്മൾ വലിയ ആഘോഷ പരിപാടികളൊന്നും അന്ന് ആസൂത്രണം ചെയ്തിരുന്നില്ല. ഒരു ആശ്രമ പ്രദക്ഷിണം, ആരാധന, ഒരു സമ്മേളനം, ഉച്ചയ്ക്കൊരു ചെറിയ സദ്യ. സദ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണയുള്ള അന്നദാനം. അത് കഴിഞ്ഞ് വൈകിട്ടൊരു സേവ, നമ്മുടെ വള്ളികുന്നംകാരുടെ ഒരു ഭക്തികാരസുത. ഇത്രയും പരിപാടിയാണ് നമ്മൾ ഇതിനകത്ത് ആസൂത്രണം ചെയ്തിരുന്നത്. ഇതിനകത്ത് വലിയ ഒരുക്കമെന്നോ വലിയ കാര്യമെന്നോ ഒന്നും പറയാനൊന്നുമില്ല. പക്ഷേ സന്താനങ്ങൾ 2-3 ദിവസം മുമ്പേ ഇവിടെ വന്നു ചേർന്നു. പലവിധ ഒരുക്കങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിച്ചു. സമാധിനാചരണത്തിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒറ്റ ദിവസം കൊണ്ട് ഇവിടെ എല്ലാം ചെറുതായിട്ടൊന്ന് അലങ്കരിച്ച് അപ്പുറത്ത് വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് എല്ലാവരും കൂടി ചേർന്ന് പാചകമൊക്കെ ചെയ്ത് എല്ലാം ഒന്ന് ഒരുക്കി രാവിലെ ആശ്രമ പ്രദക്ഷിണം അങ്ങോട്ട് ആരംഭിച്ചപ്പോഴേക്കും ഉന്നതമായ ഒരു അവസ്ഥ ഇവിടെ അങ്ങ് സംജാതമായി. ഓരോരുത്തരും തമ്മിൽ നോക്കുമ്പോൾ സ്വർഗീയാവസ്ഥ അങ്ങ് കാണുകയാണ്. ഏത് മുഖത്ത് നോക്കിയാലും സന്തോഷമല്ലാതെ ഒന്നുമില്ല. ഇത് സത്യമാണെന്ന് സമ്മതിക്കുന്നവരുന്ന് കൈയടിച്ചു കേട്ടാ. ഇതുപോലെ കരുതുവാൻ അങ്ങല്ലാതെ ഇഹലോകെ ആരുമില്ലെന്റെ നാഥ. ഇതുപോലെ നമ്മുടെ ജന്മശതാബ്ദി സ്മാരക സൗധവും തപോശതാബ്ദി സ്മാരക ഗോപുരവും ചുറ്റി പ്രദക്ഷിണം ചെയ്ത് ഇതിനകത്ത് വന്ന് അത് കഴിഞ്ഞ എതിരേൽപ്പും നാമൂര് പ്രദക്ഷിണം ചെയ്ത് പുറത്ത് വന്നപ്പോഴേക്കും ഉന്നതമായ ഒരു അവാച്യമായ അവർണ്ണനീയമായ ഒരു അവസ്ഥ അങ്ങ് ക്രമീകരിക്കപ്പെടുകയാണ്. എന്തുകൊണ്ട്? ദേവന്മാർ കൂടെയുണ്ട്, പരമ്പര ദൂതന്മാർ കൂടെ
ആശ്രമത്തിനകത്ത് വന്നിരുന്നാൽ, നേരെ മഹാശക്തിയെ കെട്ടിടത്തിൽ നിന്ന് ആശ്രമത്തിനുള്ളിലേക്ക് എഴുന്നള്ളിയാൽ ആരും എന്നോട് ചോദിക്കില്ല എന്താ അങ്ങനെ കയറി പ്രദർശനം ചെയ്യുന്നില്ലോ എന്ന് ആരും ചോദിക്കാറില്ല. അങ്ങനെ ആരും ചോദിക്കാറില്ല, ചോദിക്കാനുള്ള കാര്യവുമില്ല. ചോദിക്കാനുള്ള കാര്യമില്ല. കാരണം എന്റെ ഇഷ്ടത്തിന് ചെയ്താൽ മതി, അത് സന്താനങ്ങൾക്ക് അത് ഇഷ്ടമാണ്. ദൈവിഷ്ടത്തിന് ചെയ്താൽ മതി, അത് സന്താനങ്ങൾക്ക്. പക്ഷേ ഞാൻ ഇങ്ങനെ ഒന്ന് ഒരു പ്രദർശനം ചെയ്ത് വരുന്നത് എന്തിനാണെന്നറിയോ? മഹാശക്തി ഒരു പ്രദർശനത്തിൽ എഴുന്നള്ളി വരുന്നത് എന്തുകൊണ്ടാണ്? കൂടുതൽ സമയം നിങ്ങൾക്ക് എന്നെ കാണുവാനുള്ള ഒരു സാഹചര്യം കൂടി ഞാൻ ഒരുക്കുകയാണ്. കൂടുതൽ സമയം നമുക്ക് ഭഗവാനെ കാണുവാനുള്ള ഒരു സാഹചര്യം. കാരണം ആശ്രമത്തിനകത്ത് വന്ന് ചമ്രം പണിതിരിക്കാൻ നിർവാഹമില്ലാത്ത ആളുകളുണ്ട്. ആശ്രമത്തിനകത്ത് വന്ന് ചമ്രം പണിതിരിക്കാൻ നിർവാഹമില്ലാത്ത അപ്പൊ അവർ ആഡിറ്റോറിയത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ഒരു അറ്റവും മൂലമൊക്കെ ആയിരിക്കും കാണുന്നത്. അവർ ആഡിറ്റോറിയത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് അപ്പൊ അങ്ങനെയുള്ള സാധുക്കൾക്ക് എന്നെ നല്ലതുപോലെ കൺകുളിർക്ക് വന്ന് കാണുവാൻ തക്ക വിധത്തിലുള്ള അവസരം ഒരുക്കിക്കൊണ്ടാണ് ഞാൻ ഈ പ്രദക്ഷിണം ചെയ്യുന്നത്. ഇഹപര ലോകം പ്രദക്ഷിണം ചെയ്യുന്ന മഹാവസ്തുവാണ് ഇതിനുള്ളിൽ ആവസിച്ച് നിങ്ങളെ ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മറ്റു പ്രദക്ഷിണങ്ങളുടെയോ മറ്റ് കർമ്മങ്ങളുടെയോ ധ്യാനത്തിന്റെയോ ഒന്നും ആവശ്യമില്ല. എല്ലാ പ്രദക്ഷിണങ്ങളും, എല്ലാ ധ്യാനങ്ങളും, എല്ലാ പ്രാർത്ഥനകളും, എല്ലാ തപസ്സുകളും, എല്ലാ യാഗങ്ങളും, എല്ലാ പൂജകളും, എല്ലാ ആരാധനകളും സ്വീകരിക്കുന്ന മഹാശക്തിയാണ്, ശിവാനന്ദ നവോശക്തിയാണ്. വമ്പിച്ച രൂപവാനായി ഇന്ന് ഇതാ നിങ്ങൾക്ക് പ്രത്യക്ഷമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ നിലകൊള്ളുന്നത്. മാറ്റമില്ലാത്തവൻ, മരണമില്ലാത്തവൻ, പരമഗുരു അരുൾവാണിടുന്നു. ലോകാന്ത്യം വരെ വാഴുവാൻ തീരുമാനം ചെയ്ത മഹാശക്തി, മാറ്റമില്ലാതെ, മരണമില്ലാതെ ലോകത്തിൽ വാഴുന്നു എന്ന പരമസത്യം ആത്മാവിൽ അറിഞ്ഞുകൊണ്ട് കാണാൻ കിട്ടുന്ന സന്ദർഭങ്ങളെല്ലാം അതിനനുസരിച്ച് ഉപയോഗിച്ചുകൊള്ളുക. കേൾക്കുവാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിച്ചുകൊള്ളുക. അനുസരിക്കുവാൻ കിട്ടുന്ന കൽപ്പനകളെല്ലാം സശ്രദ്ധം പരിപാലിച്ച് അനുസരിച്ചുകൊള്ളുക. അണുവിട തെറ്റാതെ അനുസരിച്ചുകൊള്ളുക. ആദരസമന്വിതം സ്വീകരിച്ച് അനുസരിച്ചുകൊള്ളുക. അപ്പോൾ നിങ്ങളും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമായി തീരും. അങ്ങനെ നിങ്ങളെല്ലാം ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ആക്കി തീർക്കുവാനാണ് ഞാൻ ത്യാഗം സഹിച്ചിന്നും ലോകത്തിൽ വാഴുന്നത്. മറക്കരുതേ, ആരും മറക്കരുതേ, ഗുരുവിന്റെ തിരുവാഴ്ച മറക്കരുതേ.
തിരുവാഴ്ചയാണ് നമ്മൾ പൂരാടമായി ആഘോഷിക്കുന്നത്. ജീവിതത്തിൽ പരമാവധി ദാനം ചെയ്തുകൊണ്ട് വാഴുന്ന തിരുവാഴ്ചയാണ് നമ്മൾ പൂരാടമായി ആഘോഷിക്കുന്നത്. ഉന്നതനാകുന്ന ഗുരുവിനെ പൂജിച്ച് ഉന്നതനാകുന്ന പരമഗുരുവിനെ പൂജിച്ച് പൂജാവിഗ്രഹമായി തീർന്ന രൂപം, പൂജാവിഗ്രഹമായി ആ തങ്കവിഗ്രഹത്തെ കണ്ടവർക്ക് ആർക്കും ആ പൊന്നിൻ തിരുമുഖം മറക്കാൻ കഴിയില്ല. ആ തിരുശബ്ദം ഒരു മാത്ര കേട്ടവർക്ക് ആർക്കും ആ തേൻമൊഴി മറക്കുവാൻ കഴിയില്ല. ആ അനുഗ്രഹത്തിന് പാത്രീഭൂതരായി തീർന്നവരാരും തന്നിൽ നിന്ന് അകന്നു പോവുകയില്ല. അങ്ങനെ അനുഗ്രഹ വർഷം ചൊരിഞ്ഞ് ആനന്ദവർഷം ചൊരിഞ്ഞ് പരമാനന്ദ സമ്പൂർണനായി വാണിരുന്ന പരമഗുരുവിനെ ആ ജന്മനക്ഷത്രം ഇത്രയും ഒരുക്കങ്ങളോടുകൂടി എല്ലാം നടത്തുവാൻ അനുവദിച്ച മഹാശക്തിയെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഇന്നേ ദിവസം ബാംഗ്ലൂർ സഭയിൽ ആ പൂരാടൻ ജന്മനക്ഷത്രത്തിന്റെ ആഘോഷങ്ങൾ നടക്കുകയാണ്. ഞാൻ സർവജ്ഞാനോത്സവത്തിന്റെ സമയത്ത് നിങ്ങളെ അറിയിച്ചു. സർവജ്ഞാനോത്സവം അവസാനിക്കുന്നതല്ല. ഒരാത്മാവെങ്കിലും ലോകത്തിൽ മോക്ഷത്തിന് അർഹമായി അവശേഷിക്കുന്നു എങ്കിൽ, മോക്ഷാർത്ഥിയായി ലോകത്തിൽ അവസാനിക്കുന്നുവെങ്കിൽ അന്നുവരെയും സർവജ്ഞാനോത്സവം നടത്തിക്കൊണ്ടേയിരിക്കും. കാരണം ആത്മാവ് ആനന്ദമാടാതെ പരമാത്മാവിൽ ലയിക്കുകയില്ല. അപ്പോ ആനന്ദോത്സവം സർവജ്ഞാനോത്സവമായി ലോകാന്ത്യം വരെ നടത്തുവാൻ തീരുമാനിച്ചുകൊണ്ടാണ് മഹാശക്തി വാഴുന്നത്. അപ്രകാരം അറിയിച്ച അറിവിൻ പ്രകാരം ചിന്തിച്ചാൽ ഇപ്പോൾ ഓരോ കർമ്മങ്ങളും എന്തെല്ലാം നാമത്തിൽ എവിടെയെല്ലാം നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ആദർശത്തിന്റെ പേരിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം മഹാശക്തിയുടെ കാരുണ്യമാണ്. നമ്മുടെ സന്യാസിനി ദയാനന്ദിനി അമ്മ ഇങ്ങനെ വലിയ ദൂരങ്ങളിലെത്തും ഞാൻ അങ്ങനെ അയക്കാറില്ലായിരുന്നു. എന്നാൽ കുറെ അധികം ആളുകൾ അവിടെ ഉപദേശം പഠിക്കാനുണ്ടെന്നും അവർക്കത് അത്യാവശ്യമാണെന്നും ആവശ്യം അപേക്ഷയായി വെച്ചപ്പോൾ ഞാൻ ദയാനന്ദിനിയെ അവിടേക്ക് അയച്ചു. അവിടെ കഴിഞ്ഞ ദിവസം മുതൽ ആ കർമ്മം ആരംഭിച്ചു. എല്ലാവരും ഉപദേശം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പൂരാടൻ ജന്മനക്ഷത്രത്തിന്റെ എല്ലാ ഒരുക്കങ്ങളോടും കൂടി ആഘോഷം നടക്കുകയാണ്. എല്ലാം ആനന്ദമായി മഹാശക്തി നടത്തട്ടെ. ഏവർക്കും ആനന്ദം അനുഭവിക്കുവാൻ ഇടയായി തീരട്ടെ. ഉന്നതനാകുന്ന ദൈവം ഒരു പാദം ചവിട്ടി എന്ന് പ്രാർത്ഥിക്കുവാൻ നിർവാഹമില്ലാതിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഇന്നിതാ ലോകത്തിൽ എമ്പാടും നമ്മുടെ സ്ഥാപനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്രകാരം 10 ശാഖാശ്രമങ്ങളുടെ വാർഷികങ്ങൾ ഈ ഏപ്രിൽ മാസത്തിൽ നമ്മുടെ പൂരം ജന്മനക്ഷത്രത്തിന് കൊടിയേറുന്നതിന് മുമ്പ് തന്നെ നടത്തപ്പെടുകയാണ്. 28-ാം തീയതി ഏപ്രിൽ മാസം 28-ാം തീയതിയാണ് ആദർശ കൊടി ഉയർത്തുന്നത്. അതിനു മുൻപായി 10 ശാഖാശ്രമ വാർഷികങ്ങളാണ് നടക്കുന്നത്. ഇന്ന് ശാസ്താംകോട്ട ശാഖാശ്രമ വാർഷികത്തിന് ആദർശ കൊടി ഉയർത്തി. 1-ാം തീയതിയാണ് അവിടുത്തെ വാർഷികം. 2-ാം തീയതി വയനാട് ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. 4-ാം തീയതി അടൂർ ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. 7-ാം തീയതി കാസർഗോഡ് ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. 8-ാം തീയതി കവിയൂർ ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. 10-ാം തീയതി നിലമ്പൂർ ശാഖാശ്രമത്തിന്റെയും ഇടുക്കി മുണ്ടിയരിമ ശാഖാശ്രമത്തിന്റെയും മാവേലിക്കര കുന്നം ശാഖാശ്രമത്തിന്റെയും വാർഷികമാണ്. അത് കഴിഞ്ഞ് 12-ാം തീയതി ആലപ്പുഴ വടക്കനാരിയാട് ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. അത് കഴിഞ്ഞ് 21-ാം തീയതി നമ്മുടെ പാമ്പാട്
പാമ്പാടി ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. അങ്ങനെ ഉന്നതമായ വിധത്തിൽ വിവിധങ്ങളായ പരിപാടികളോടുകൂടി ഇതാ ശുഭാനന്ദ നാമസങ്കീർത്തനം, ശുഭാനന്ദ ആദർശം ലോകത്തിലേക്ക് ഇതാ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിയുന്നിടത്തോളം സന്താനങ്ങൾ ഈ വിജയോത്സവത്തിൽ പോയി പങ്കെടുക്കുവാനും അനുഗ്രഹീതരാകുവാനും ശ്രദ്ധിക്കുക. അവിടെവിടങ്ങളിലുള്ള ആത്മാക്കളെ കൊണ്ട് മാത്രം ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയില്ല. നിങ്ങളെ കൊണ്ട് കഴിയുന്നിടത്തോളം ആളുകൾ അവിടെ പോയി സഹകരിക്കുകയും ആ ഉന്നത വിജയമായതെല്ലാം നടത്തുകയും ചെയ്യുമ്പോൾ ഇതൊരു സാധാരണക്കാരനല്ലല്ലോ, ഇത് സാധാരണ ഗുരുവല്ലല്ലോ എന്നൊരു ചിന്ത വെളിയിൽ നിൽക്കുന്ന ആളുകൾക്കുണ്ടാവും. വെളിയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ആത്മബോധോദയ സംഘത്തിലേക്ക് ഇതുവരെ പ്രവേശിക്കാതെ നിൽക്കുന്ന ആളുകളെ പറ്റിയാണ്. ആത്മബോധോദയ സംഘം എന്ന് പറഞ്ഞാൽ കെട്ടുറപ്പുള്ള ഒരു മഹാദേവാലയമാണ്. അതിനുള്ളിൽ നിയമം പാലിച്ച് ജീവിക്കുന്നവർ സുരക്ഷിതരാണ്. ശാന്തിയും സമാധാനവും ആശ്വാസവും അനുഭവിക്കുന്നവരാണ്. ഇതറിയാതെ വെളിയിൽ നിൽക്കുന്നവർ ഇത് ഒന്നുമില്ലാതെ ജീവിക്കുന്നവരാണ്. അവർ ഭയവിഹുലരായി ജീവിക്കുന്നവരാണ്. ആശ്വാസം എന്തെന്ന് അറിയാത്തവരാണ്. സ്വാതന്ത്ര്യം എന്തെന്ന് അനുഭവിച്ചിട്ടില്ലാത്തവരാണ്. ഉന്നതനാകുന്ന ഗുരുവിന്റെ കാരുണ്യത്താൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ പരമോന്നതാവസ്ഥ നഷ്ടമാക്കാതെ പ്രകാരമുള്ള കർമ്മങ്ങളിലൊക്കെ പോയി ബന്ധപ്പെട്ട് ഉന്നത വിജയമാക്കുവാൻ, നിങ്ങളുടെ ഭാഗതയത്വം അവിടെ എല്ലാം ഉറപ്പിക്കുവാൻ സർവശക്തി നിങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രകൃതി കൂടി ദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പൂരാടൻ ജന്മനക്ഷത്രത്തിന്റെ പിറ്റേ ദിവസം, അതായത് ഉത്രാടം പക്കനാൾ ദിനത്തിൽ ശുഭകീർത്തി എന്ന ഒരു ഭവനം നമ്മുടെ ദുബൈയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പ്രവേശന കർമ്മം നിർവഹിക്കപ്പെട്ടു. അവതാര പുരുഷനാകുന്ന ശുഭാനന്ദ ഗുരുവിന്റെ ഛായാചിത്രം പ്രതിഷ്ഠിച്ച് മനോഹരമായ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ച് അതിമനോഹരമായ ഒരു സിംഹാസനം എടുത്ത് സ്ഥാപിച്ച് ഉന്നതമായി അതിന്റെ പ്രവേശന കർമ്മം നടത്തപ്പെട്ടു. അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടത് നമ്മുടെ ഗുരുപൂജാനന്ദ സ്വാമിയായിരുന്നു. ഉന്നതമായ നിലയിൽ ആ കർമ്മങ്ങളെല്ലാം നടത്തപ്പെട്ടു. ഇപ്പോൾ ശുഭകീർത്തി എന്ന നാമം ഇപ്പോൾ ഗൂഗിൾ മാപ്പിൽ വരെയും അവർ ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ആ നാമത്തിലാണ് ഇപ്പോൾ ആ ഭവനം അറിയുന്നത്. ശുഭാനന്ദ കീർത്തിയായി വർദ്ധിക്കുമാറാകട്ടെ. ശുഭമേകുന്നതിനുള്ള ശുഭമുഹൂർത്തം ഇത് തന്നെ. ശുഭമേകുന്നത് ഗുരു ശുഭാനന്ദൻ. ആ ശുഭാനന്ദ ദിവ്യനാമം അവിടെ വർദ്ധിതമാകുവാൻ തക്ക വിധത്തിൽ, ശുഭാനന്ദ ആശ്രമം സ്ഥാപിക്കുവാൻ തക്ക വിധത്തിൽ ആ ഭവനത്തിൽ കൂടി അതിന്റെ പ്രവർത്തനങ്ങൾ ഈശ്വരൻ നിശ്ചയിച്ച് നടപ്പിലാക്കുമാറാകട്ടെ. അതിന് ആ സന്താനങ്ങളെയും അതിൽ ഉൾപ്പെട്ട് ജീവിക്കുന്നവരെയും ആ ശാഖയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരെയും ഇനിയും അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെയും അവിടെ ജനിച്ചു വളർന്നവരെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഉന്നതമായ ശുഭാനന്ദാദർശ കർമ്മങ്ങൾ നടത്തപ്പെടുവാൻ ശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതമാകുന്ന തിരുവവതാര സുദിനം അതിന്റെ വ്യഗ്രതയിലാണ് ഓരോരുത്തരും ഉന്നതമായത് ആഘോഷിക്കുവാൻ ഭക്തമാനസങ്ങൾ അങ്ങനെ തുടികൊട്ടി കാത്തിരിക്കുകയാണ്. തിരുവവതാര സുദിനമിത ആഗതമായി സഹോദരരെ, തിരുവവതാര സുദിനമിത ആഗതമായി സഹോദരരെ, ഒരുമിച്ചിടാം നമ്മൾക്ക് ഒന്നായി നിന്നു പ്രവർത്തിക്കാം. ഉന്നതനാകുന്ന ഗുരുവിന്റെ തിരുവവതാര സുദിനം ഘോഷിക്കേണ്ടത് ഭക്തഹൃദയങ്ങളുടെ കടമയാണ്. അപ്പൊ അതിന്റെ ധാർമ്മിക
ഓരോരുത്തരുടെയും ഭവനങ്ങളിലിരിക്കുന്ന വഞ്ചിക. അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിലിരിക്കുന്ന വഞ്ചിക. എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഇത് നടത്താൻ നിർവാഹമില്ലാതിരുന്ന സന്ദർഭത്തിൽ, എന്റെ സന്താനങ്ങൾക്ക് ഭാരമുണ്ടാകാത്ത വിധം ഒരു നക്ഷത്രം മുടക്കം കൂടാതെ ഘോഷിക്കുവാൻ വേണ്ടി വഞ്ചിക എന്നൊരു നിയമം ഉണ്ടാക്കി. അതിൽ ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് അതിൽ ധനം നിക്ഷേപിച്ച് ഓരോരുത്തരുടെയും പിറന്നാൾ ദിനത്തിലും വിശേഷ ദിനത്തിലും അതുപോലെയുള്ള എന്ത് ആവശ്യം വന്നാലും അതിലൊരു ദക്ഷിണ അർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കുകയും പ്രാർത്ഥിച്ചത് സ്വരൂപിച്ച് ഇവിടെ കൊണ്ടുവന്ന് അർപ്പിക്കുമ്പോൾ ആ പൂരം ജന്മ നക്ഷത്രത്തിന്റെ ഉന്നതമായ നടത്തിപ്പിനായിട്ട് ദൈവം അത് സ്വീകരിക്കുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുകയാണ്. അതിപ്പോൾ എല്ലാ സമയത്തും വഞ്ചി വരുന്നുണ്ട്. നിറയുന്നതനുസരിച്ച് ആളുകൾ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞാൻ നിങ്ങളെ ഒരു ചെറിയ കാര്യം ഇതിനിടയിൽ ഓർമ്മിപ്പിക്കുന്നത്, ധനം അതിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഗുരുവിന്റെ വകയാണ്. ഞാൻ 1 മണിക്കൂർ മുമ്പ് അതിലിട്ടതാണല്ലോ, അതിന് തിരിച്ചെടുക്കാമെന്ന് ചോദിച്ചാൽ അതിന് അവകാശം ആർക്കും ഇല്ല. നേർച്ചയായിട്ട് അർപ്പിച്ചതിന്റെ അവകാശി ഗുരു മാത്രമാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജന്മവും അതിന്റെ അവകാശിയും ഈശ്വരൻ തന്നെയാണ്, ഗുരു തന്നെയാണ്. ആ വിധത്തിൽ ചിന്തിച്ചുകൊണ്ട് വേണം ഓരോ കാര്യങ്ങളും നിങ്ങൾ പ്രവർത്തിക്കുവാൻ. പ്രകാരം നിങ്ങൾ സൂക്ഷിക്കുന്ന വഞ്ചികധനം ഈ ജന്മനക്ഷത്രത്തിന്റെ ഉപയോഗത്തിലേക്കായി എല്ലാവരും കൊണ്ടുവന്ന് അർപ്പിക്കുക. ഇനിയും വഞ്ചിക സ്വീകരിച്ചിട്ടില്ലാത്തവർ, ആ നിയമം അറിഞ്ഞിട്ടില്ലാത്തവർ എത്രയും വേഗം അതെല്ലാം ആ നിയമങ്ങളെല്ലാം കർശനമായി പരിപാലിക്കുക. വഞ്ചിക പിടിയേരി എന്നുള്ളത് പ്രത്യേക നിയമമാണ്. അതെല്ലാം വളരെ കൃത്യമായി പരിപാലിക്കുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ ഭവനത്തിൽ ഒരു ദുഃഖമോ ഒരു ദാരിദ്ര്യമോ ഒരു ധനത്തിനൊരു അപാകതയോ ഉണ്ടാവുകയില്ല. ഒരു വിധത്തിലും ഉണ്ടാവുകയില്ല. ഞാൻ എന്റെ നാവ് കൊണ്ട് ഇവിടെ നിന്ന് പറയുകയാണ്, നിങ്ങൾക്ക് ഒരു ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. സത്യം സത്യം. ഇത് അനേക ലക്ഷങ്ങളുടെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് കൃത്യമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ 10 ദിവസമായി നടക്കുന്ന കർമ്മപരിപാടികളിൽ ഓരോ ദിവസവും പല 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 ശാഖക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജന്മനക്ഷത്ര സ്തുതി ക്രമീകരിക്കുന്നുണ്ട്. ആ സ്തുതിയിൽ പേര് ചേർക്കപ്പെടുന്നവരെല്ലാം വളരെ കൃത്യമായി വന്ന് അതിൽ ബന്ധപ്പെടണമെന്ന് ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. അല്ല, 7 ശാഖക്കാരുണ്ട്. ഇപ്പൊ നമ്മൾ 10 പേര് കുറഞ്ഞാലും കുഴപ്പമില്ല എന്നാരും ചിന്തിക്കരുത്. അങ്ങനെ 7 ശാഖക്കാരും അങ്ങ് ചിന്തിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ ഒരാളിങ്ങനെ ചിന്തിച്ചു, അപ്പൊ മറ്റേ ആളും അങ്ങനെ തന്നെ ചിന്തിക്കുക. അപ്പൊ അങ്ങനെ 7 ശാഖക്കാരും അങ്ങനെ അങ്ങ് ചിന്തിച്ചു എന്നിരിക്കട്ടെ. അപ്പൊ എത്ര പേര് കാണും ഇവിടെ? ഇവിടെ ആളുണ്ടാവും. കാരണം ഈ 10 ദിവസം ഇവിടെ നിന്ന് ഈ കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി ആർത്തിയുള്ള എന്റെ സന്താനങ്ങളുടെ എത്തിച്ചേരും. വളരെ വർഷങ്ങളായിട്ട് അങ്ങനെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും നിങ്ങളിൽ ഏൽപ്പിക്കപ്പെടുന്ന ഈ ചുമതല 10ാമത്തെ ദിവസം വളരെ തിരക്ക് പിടിച്ച് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ വന്നിട്ടൊരു ദക്ഷിണ കൊടുക്കാൻ പറ്റിയില്ല, ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പറ്റിയില്ല, എനിക്കൊരു പ്രസാദം കിട്ടിയില്ല, ഇങ്ങനൊന്നും വിലപിച്ചിട്ട് കാര്യമല്ലോ ഉണ്ടോ? വളരെ തിരക്കാണ്. അപ്പൊ ഈ ആദർശക്കൊടി ഉയർത്തി നിൽക്കുമ്പോൾ ഇതിന്റെ അവസ്ഥ അനുസരിച്ച് ഓരോരുത്തർക്കും വന്ന് ബന്ധപ്പെടുവാനും നേരിൽ കാണുവാനും ഈ സന്തോഷമൊക്കെ അനുഭവിക്കുവാനും തിരക്കൊന്നും ഇല്ലാതെ ഈ കർമ്മങ്ങൾ ബന്ധപ്പെടുവാനും ഒക്കെ ദൈവം തന്ന അവസരമാണെന്ന് കണ്ട് ഈ സ്തുതിയിലും വന്ന് ബന്ധപ്പെടണമെന്ന് ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. അപ്പോ ചില ആളുകളേക്ക് ഞങ്ങള് 1ാമത്തെ ഉത്സവത്തിന് അല്ലെങ്കിൽ 4ാമത്തെ ഉത്സവത്തിന് ജന്മനക്ഷത്ര സ്തുതിക്ക് പോയി ഭഗവാനെയൊക്കെ കണ്ടതാണ്. അപ്പൊ 10-ന് പോയി 9-നും 10-നും പോയില്ലേലും കുഴപ്പമില്ല. അങ്ങനെ ആരും തീരുമാനിക്കരുത്.
അതിന്റെ അവസ്ഥ അനുസരിച്ച് അങ്ങനെ വർദ്ധിപ്പിച്ച് വരുമ്പോ അവസാന ദിവസത്തിൽ എത്തുമ്പോഴാണ് അതിന്റെ പ്രധാനം. ഇപ്പൊ 2 ദിവസം വളരെ പ്രധാനമായിട്ടാണ് ഇപ്പൊ നമ്മൾ നടത്തുന്നത്. 9ാമത്തെ ദിവസമാണ് ജന്മനക്ഷത്ര ഘോഷയാത്ര നടത്തുന്നത്. 10ാമത്തെ ദിവസം എന്താണ് നടത്തുന്നത്? പ്രകാശയാത്ര. ഉന്നതമായ ജന്മനക്ഷത്ര സ്തുതികളിലും ഈ ആഘോഷ പരിപാടികളിലും വന്നു പങ്കെടുക്കുവാനും ആനന്ദം അനുഭവിക്കുവാനും ജഗദീശ്വരന്റെ മഹാകാരുണ്യം നിങ്ങളെല്ലാം ചൊരിയുമാറാകട്ടെ. അതിന് വേണ്ടുന്നതെല്ലാം പ്രകൃതിയിൽ കൂടി ഈശ്വരൻ ഒരുക്കി നിങ്ങൾക്ക് ദാനം ചെയ്യുമാറാകട്ടെ. അങ്ങനെ ഉത്സവം ആഘോഷിക്കാം, ഞാൻ ഉത്സവം ആഘോഷിക്കാം, ഉത്സവം ആഘോഷിക്കാം, ഞാൻ ഉത്സവം ആഘോഷിക്കാം, സർവജ്ഞാനോത്സവത്തെ പൂരമായി ആഘോഷിക്കാം, ഉത്സവം ആഘോഷിക്കാം, ഞാൻ ഉത്സവം ആഘോഷിക്കാം, സർവജ്ഞാനോത്സവത്തെ പൂരമായി ആഘോഷിക്കാം. എല്ലാ ഹൃദയങ്ങളും, എല്ലാ ഭവനങ്ങളും, എല്ലാ ദേശങ്ങളും, എല്ലാ രാജ്യങ്ങളും, എല്ലാ ലോകങ്ങളും ആനന്ദമുഖരിതമാകുവാൻ പൂരം നക്ഷത്രം ഉന്നതമായി നടത്തപ്പെടുമാറാകട്ടെ. സർവപ്രകൃതികളും തുണയാകട്ടെ, സർവദേവീ ദേവന്മാർ തുണയാകട്ടെ, സർവദൂത പരമ്പരകൾ തുണയാകട്ടെ, സർവാത്മാക്കളെ ഇവിടെ എത്തിക്കുമാറാകട്ടെ. ആനന്ദം ആനന്ദം ആനന്ദമായി പൂരം നടത്തപ്പെടുമാറാകട്ടെ. ഉന്നതമായ നമ്മുടെ വിശ്വഗോപുരം, മഹാഗോപുരം, ആനന്ദഗോപുരം, ആനന്ദഗോപുരം, മോക്ഷകവാടം, ആനന്ദകവാടം, ആനന്ദരാജന്റെ മഹാതപസ്സിന്റെ സ്മരണ ഉന്നതമായി പൂർത്തീകരിക്കപ്പെടുവാൻ മഹാശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ വിശ്വരൂപ ദർശനം മഹാശക്തിയുടെ കാരുണ്യത്താൽ ലഭിച്ച